കണ്ണാപ്പി കണ്ണാപ്പി കണ്ടാ നീ ഇങ്ങോട്ട് വന്നേ. ഡ്യൂ ആണടാ, ഞാൻ ഡ്യൂ ഉപയോഗിക്കുന്നത്. ഡ്യൂ എടാ നെറ്റിന്റെ എക്സിറ്റ് ലാഗിന് എന്തോ പറ്റിയടാ. എക്സിറ്റ് ലാഗിന് എന്തോ പറ്റി. കണ്ണാപ്പി ചത്തണ്ടേണ്ട. കണ്ണാപ്പി ചത്തോ? അതാ അങ്ങനെ ഒരു ബുദ്ധി ഇല്ലാത്ത കൊരങ്ങൻ. കണ്ണാപ്പി നേരെ പോവാ. നീ മറ്റേ തന്തയില്ലാത്തവന്മാരുടെ ഗ്യാങ്ങിലല്ലേ എന്ന് ചോദിക്കുക. ലൊക്കേഷൻ നമ്മൾ നാലൊരു വണ്ടി പോകും. നമ്മളെല്ലാരും വണ്ടി പോകുന്നു. നമ്മള് ഞാൻ ഫസ്റ്റ് തന്തയില്ലാത്തവന്റെ ഗ്യാങ്ങല്ലേ എടുക്കുന്നു. ഓക്കെ നമുക്ക് വേണം ഇച്ചിരി പൊലിപ്പിക്കാൻ സൈഡ് ചെയ്ത് ബാബുശേട്ട് വേണം. അങ്ങനല്ല കണ്ണാപ്പി, മറ്റേ രണ്ട് തന്തയുള്ളവന്മാരുടെ ഗ്യാങ്ങല്ലേ, അങ്ങനെ കൂടെ പറഞ്ഞാൽ അത് കുറച്ചുകൂടെ പൊലിപ്പീരാവത്തിലാണ്. ഇല്ലാത്തവനല്ലേ ഇപ്പോഴേ ബാബുചേട്ടും കൂടെ പറ. നമുക്ക് ഒന്നുമില്ല തന്തയ്ക്ക് പോലെ എന്താ ബാബുവിന്റെ അച്ഛന്റെ പേരെന്താ ശരിക്കും? ജോറോ. ജോറോ അമ്മ ശീലോ. ചിരിക്കണത് എനിക്ക് ഓർത്തിരിക്കാൻ നിനക്കൊരു അച്ഛന്റെ പേര് പോലും ഇഷ്ടംപോലെ അണ്ണന്മാരുണ്ട്. ഇപ്പൊ ബാബുശേട്ടനെ ചേട്ടൻ വിളിക്കാം, വാസവന്റെ അണ്ണൻ വിളിക്കാം, അച്ഛനെ നിന്റെ അച്ഛന്റെ പേരെന്താ ബുള്ളറ്റ്? എനിക്കങ്ങനെ പറയപ്പെട്ടൊരു ഇതില്ല. പറയാൻ മാത്രം ആരുമില്ലതാ, പറയാൻ മാത്രം ആരുമില്ല. തന്തയില്ലാത്തവരാണ്. അണ്ണന് ചിരിയേട്ടതൊന്നും അണ്ണനും ഉണ്ടെന്ന് അതല്ലേ പറഞ്ഞത്. നമ്മൾ അഹങ്കരിച്ചോണ്ട് ഈ ഒരു കേസിലെങ്കിൽ നിങ്ങൾക്ക് കാണിക്കാതെ അഡ്ജസ്റ്റ് ചെയ്താ റേഡിയോ സൗണ്ട് കുറയ്ക്കാം. ഇനിയിപ്പോ എന്തായാലും കുരങ്ങന്മാരുടെ കേസ് നോക്കാം. മനസ്സിലായില്ലേ? ഇതിപ്പോ നമുക്ക് അവരുടെ കേസ് നോക്കാം. എന്റെ അഭിപ്രായത്തിൽ നമ്മളാരും ഇങ്ങനെ തന്തയുടെ കേസ് പറയണ്ട. അതെ 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 സത്യം. നമ്മളിവിടെ സത്യമാണ്. അതെ 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 ഈ ഉള്ളവരിരുന്ന് ചിരിക്കുവോ പുള്ളിയെ കുറിച്ച് അവാദം പറ എന്തൊക്കെ ആകട്ടെ. എടാ എനിക്ക് ഒടുക്കത്തെ പി അല്ലേ കേട്ടാ. എനിക്കിപ്പോ 16. നിങ്ങക്ക് 17 ഉണ്ടല്ലേ? നാലായില്ലേ? എന്നാ മൈക്ക് എന്തോ സീൻ ഉണ്ടെന്നാ എന്തോ ബ്രേക്ക് ആവുന്നുണ്ട്. സീരിയസ് ആയിട്ട് പറ. എന്റെ സൗണ്ട് ബ്രേക്ക് ആവുന്നുണ്ടോ? എത്രാം വയസ്സിലാ ജോർമാമൻ? 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. വിട്ടു കഴിഞ്ഞല്ലേ? അല്ല വിട്ടു പിരിഞ്ഞൊന്നുമല്ല, എടുത്ത് ചാടിയത് ട്രെയിനിന്റെ പച്ചക്കൊടി കാണിച്ചിട്ട് ട്രെയിൻ നിർത്തിയില്ല. പച്ചക്കൊടി കാണിച്ചിട്ട് നിർത്തിയില്ല, ചാടി പിടിച്ച് നിർത്താൻ നോക്കി ആള് പോയി. എടാ എത്ര പേര് എത്തിയടാ? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17. ഇനി ആരാ വരാ ഉള്ളെ? എവിടെ ഉണ്ട്? ഗ്യാങ് ഹൗസിലുണ്ടോ? അയ്യോ ഞാൻ ഗ്യാങ് ഹൗസിന്റെ ഫ്രണ്ടിലുണ്ട്. എടാ മര്യാദക്ക് സംസാരിച്ചോണേ. രണ്ടിനോട് വേണേ, രണ്ടിനോട് പറയരുത് പോക്കൃത്തരം. ഇല്ല നമ്മള് പോക്കൃത്തരം പറഞ്ഞില്ല. അണ്ണനെ ഇറങ്ങടാ, നടന്നു വന്നാൽ വണ്ടി ഇറങ്ങ. ബാക്ക്ഗ്രൗണ്ടിൽ പുതിയ മൈക്ക് ലൈറ്റ് ഒക്കെ വെച്ചല്ലേ?
ഇടയ്ക്കൊക്കെ പോയി ഇച്ചിരി വെള്ളമൊക്കെ എടുക്കാം. കണ്ണാപ്പി ഒരു കാര്യം ഞാൻ പറയാം, ഇനി നീ ഞാനില്ലാതെ എന്റെ ബാക്ക്ഗ്രൗണ്ട് കാണത്തില്ല. ആണല്ലേ? അതെണ്ണ പുതിയ ഗെയിം റൂം പരമാവധി നോക്കുന്നുണ്ട്. ഞാൻ ഇപ്പൊ അണ്ണന്റെ ഫുൾ ലൈവ് ചെക്ക് ചെയ്യാം. അണ്ണ എവിടെയെങ്കിലും വെള്ളം എടുക്കാൻ പറ്റുന്നുണ്ട് അണ്ണ ഇപ്പൊ വെള്ളം എടുക്കാൻ പോയി കഴിഞ്ഞാൽ അണ്ണനൊരു ദൈവമാണ്. ഓക്കെ, ഞാൻ വെള്ളം എടുക്കാൻ പോകണം. ഒരു മിനിറ്റ് ഞാൻ വെള്ളം എടുത്തിട്ട് വരാം. ഒരു മിനിറ്റ്. അവന്റെ കളി നമ്മള് വെയിറ്റ് ഇവിടെ വരും. ഇപ്പൊ വരും. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ. അവന് ഇപ്പൊ വരും ഇവിടെ. ഓക്കെ, വെള്ളം കുടിപ്പിക്കണം അവനെ ഇച്ചിരി. അവന് വെള്ളം ഇവിടെ ഇപ്പൊ വരും. വന്നിട്ട് ഇപ്പൊ ഗെയിമിൽ വരട്ടെ. ഒരു മിനിറ്റ്. അണ്ണ സെറ്റപ്പ് കാണിക്കോ? ഒരു മിനിറ്റ് കേസ്. ഒരു മിനിറ്റ്. വെള്ളം എടുത്തിട്ട് വന്നോടാ. വെള്ളം എടുക്കാൻ പോയായിരുന്നു കണ്ണാപ്പി. അണ്ണന്റെ സെറ്റപ്പ് കാണിച്ചു തരുമോ? ഞാൻ എന്റെ സെറ്റപ്പ് കാണിച്ചു തരാം. മാറി ക്യാമറ മാറി ക്യാമറ റൈറ്റ് സൈഡുള്ള സ്റ്റെയർ വഴി ആരെങ്കിലും താഴെ വരും. ഞാൻ ഗാംഗോസിന്റെ അങ്ങനെ സെറ്റപ്പ് കാണിച്ചു കൊടുക്കാം. കണ്ണാപ്പി ഇതാണ് പുതിയ സെറ്റപ്പ്. ഇവിടെ ഈ സൈഡിലായിട്ട് കട്ടില്, ബാക്കി കാര്യങ്ങളൊക്കെ. ഇത് ഡോറ്, പുറകിൽ നാനോ ലീഫ്, ഇത് പുറകിലോട്ട് ലൈറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ആയിട്ടാണ് ഇതാണ് എൻ്റെ മൈക്ക്. കണ്ട, ഇതാണ് മൈക്ക്. അത് ഓവറോൾ കൊള്ളാം, നല്ല സെറ്റപ്പാണ്. പുതിയ ഹുഡി എങ്ങനെയുണ്ട്? എല്ലാം നൈസല്ലേ കണ്ണാപ്പി? നൈസല്ലേ സംഭവം? എങ്ങനെയുണ്ട്? എന്റെ പന കഴിവേറി അവൻ ഇരിക്കണവൻ. കസേര കാണിച്ചു തരുമോ? കസേര ഫയർഫ്ലൈ ഒക്കെ ഉണ്ട്. ആളെ MG3 ഇന്നലത്തെ സിറ്റുവേഷൻ നടന്നില്ല. ഇന്നലെ അമ്മ മീറ്റിംഗ് വിളിച്ചില്ല അവന്മാര്.